മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കഴിഞ്ഞ ദിവസം സഭയില് ഒരു ഒന്നൊന്നര പ്രസംഗം നടന്നിട്ടുണ്ട്. തേജസ്വി സൂര്യ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് രാജ്യത്തെ പുതുതലമുറക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, എന്തൊക്കെയാണ് നിലവിൽ പോരായ്മ എന്നുള്ളതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ പൂർണ്ണ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഇതുമായി ബന്ധപ്പെട്ട ഒരു പെട്ടിക്കോള വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഞാൻ ഏതായാലും തേജസ്വി സൂര്യ നടത്തിയിട്ടുള്ള സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. ഈ രാജ്യത്ത് വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിൽ മുന്നേറാനും വിജയം കൈവരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏണിയാണ്. ഒരു സാധാരണ കുടുംബത്തിന് വിദ്യാഭ്യാസമല്ലാതെ മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയുമില്ല. ചില സമ്പന്ന കുടുംബങ്ങളിൽ ഉള്ളവർക്ക് നിരവധി വഴികളുണ്ട് മുന്നോട്ട് പോകാൻ. ഒരു പക്ഷേ അച്ഛൻ്റെ ബിസിനസ് കാണും, മറ്റെന്തെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടാകും. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, അങ്ങനെ ഒരുപാട് വഴികൾ ഉണ്ടാകും. എന്നാൽ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണ കുടുംബങ്ങൾക്ക് ഓപ്ഷൻ ബിയോ സിയോ ഇല്ല. അവർക്ക് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അവർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത് ഈ രാജ്യത്ത് നിങ്ങൾക്ക് കുടുംബപ്പേര് ചോദിക്കാത്ത ഒരേ ഒരു സംവിധാനം, കേവലം നിങ്ങളുടെ അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലും പരീക്ഷകളിലും ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആകുമ്പോൾ അത് സിസ്റ്റത്തിലെ കേവലം ഒരു ഭരണപരമായ വീഴ്ച മാത്രമല്ല, യുവാക്കളോടുള്ള വിദ്യാർത്ഥികളോടുള്ള ഒരു വഞ്ചന കൂടിയാണ്. അതൊരു വിശ്വാസ വഞ്ചനയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് നീറ്റിന്റെ പരീക്ഷാ പേപ്പർ ചോർന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു കുറ്റകൃത്യമാണ്, ഇതൊരു പാപമാണ്. ഉടൻ തന്നെ സർക്കാർ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലും ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പരീക്ഷാ പേപ്പർ ചോർന്നതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾ എന്താണ് ചെയ്തത്? കേസുകൾ രജിസ്റ്റർ ചെയ്തു, CBI കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചു. രാജ്യമൊട്ടാകെ ഇതിനുമേൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് നീതി ഉറപ്പാക്കാൻ ആയിരുന്നു. രണ്ടാമതായി ഞങ്ങൾ റീടെസ്റ്റ് വളരെ പെട്ടെന്ന് നടത്തി, അതും റെക്കോർഡ് സമയത്തിനുള്ളിൽ. കുട്ടികളുടെ ഒരു അക്കാദമിക് വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇനി മുൻപോട്ട് നീറ്റ് പരീക്ഷ നടന്നാലും അത് വിദ്യാർത്ഥികളെ ചതിക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു അടുത്തത്. പ്രധാനമന്ത്രി അതുകൊണ്ട് രണ്ട് വലിയ ചുവടുവെപ്പ് നടത്തി. ഒന്ന്, ഇനി വരുന്ന പരീക്ഷ IIT JEE പരീക്ഷകൾ നടത്തുന്നത് പോലെ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ആയിരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അതൊരു വലിയ പരീക്ഷ പരിഷ്കരണമാണ്. രണ്ടാമതായി, ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ വരെയുള്ള പരീക്ഷയുടെ മുഴുവൻ പ്രക്രിയയിലും വിവിധ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി ഒരു ഉന്നതാധികാര സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആത്മാർത്ഥതയോടെ ഈ സർക്കാർ നടപ്പിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ നിയമത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. പ്രിയങ്കാജി ഇപ്പോൾ ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, 2010 അവർ ഭരിക്കുമ്പോൾ UPA സർക്കാർ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിന് സമാനമായ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു, പ്രിവെൻഷൻ ഓഫ് മാൽ പ്രാക്ടീസസ് ബിൽ. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഭരിക്കുമ്പോൾ ആ ബില്ല് പാസ്സാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ആ ബില്ല് പരാജയപ്പെട്ടത്? യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഇത്രയധികം ചിന്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പേപ്പർ ചോർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ 2010 നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ ഈ ബില്ല് പാസ്സാക്കേണ്ടതായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ നിരവധി തവണ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കഴിഞ്ഞ 20 വർഷത്തിനിടെ മാത്രം 200-ലധികം തവണ പേപ്പർ ലീക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ആര് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഇതൊക്കെ നടന്നത് എന്ന് കൃത്യമായും പട്ടിക നൽകാൻ എനിക്ക് കഴിയും. പക്ഷേ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ തല്ലല്ലോ രാഷ്ട്രീയമോ അല്ല ആവശ്യം. അവന് വെറും മുദ്രാവാക്യങ്ങളല്ല വേണ്ടത്. അവന് വേണ്ടത് അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പരിഹാരമാണ്. ഇന്ന് പ്രധാനമന്ത്രി മോദി കൊണ്ടുവന്ന ബില്ല് ആ പരിഹാരമാണ്. ഈ ബില്ല് 30 വർഷം വൈകി വന്നതാണ് എങ്കിലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 70 വർഷങ്ങൾക്ക് ശേഷം പരീക്ഷകളെ കുറിച്ച് ഒരു പ്രത്യേക
നിയമം പാസാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ആരും ശിക്ഷിക്കപ്പെടാത്തത് എന്ന് പ്രിയങ്കാജി ചോദിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ ആരും ശിക്ഷിക്കപ്പെടാതിരുന്നത് ഇതിനായി ഒരു പ്രത്യേക നിയമം നിലവിലില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ 2010 ഇത് അവതരിപ്പിച്ചു, പക്ഷെ പാസാക്കിയില്ല. ഞങ്ങൾ ഇത്തവണ അത് പാസാക്കുകയാണ്. അതാണ് വ്യത്യാസം. ഇതൊരു ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക നിയമം ഈ സർക്കാരാണ് പാസാക്കിയത്. നമ്മൾ അത് കൂടുതൽ ശക്തമാക്കാനും ശ്രമിക്കുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നത്? തകരാറിലായ നമ്മുടെ പരീക്ഷാ രീതിയും പരീക്ഷാ സിസ്റ്റത്തിലെ പിഴവുകളും ഒരു ലക്ഷണം മാത്രമാണ്. യഥാർത്ഥ കാരണം കിടക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ്, ഈ സിസ്റ്റത്തിലാണ്. ജൻസിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരീക്ഷാ സിസ്റ്റം ശരിയാക്കുന്നത് ഒരു ബഗ് തിരുത്തുന്നത് പോലെയാണ്. എന്നാൽ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന്റെ സോഴ്സ് കോഡ് ശരിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിഷ്കാരമാണ്. അടിസ്ഥാനത്തിൽ അതിന്റെ പരിഷ്കാരം തുടങ്ങണം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയുള്ളതാണ്? 16 17 വയസ്സുള്ള കുട്ടികൾ എന്തൊക്കെ ടെൻഷനാണ് അനുഭവിക്കുന്നത്. നീറ്റ് പരീക്ഷകളുടെ തയ്യാറെടുപ്പ് കേവലം ഒരു വർഷം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. വീട്ടിലെന്നും പറയും 10ാം ക്ലാസ് ജീവിതത്തിൽ നിന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്ന്. 7ാം ക്ലാസ് മുതൽ ഒരു പ്രഷർ കുക്കറിലാണ് കുട്ടികൾ ജീവിച്ച് തുടങ്ങുന്നത്. 11ലോ 12ലോ ആവട്ടെ, ഓരോ ഗ്രാമങ്ങളിൽ നിന്നും കോച്ചിങ് ഹബ്ബുകളിലേക്കും കോച്ചിങ് കൊടുക്കുന്ന സിറ്റികളിലേക്കും പോകുന്ന കുട്ടികൾ, അതൊരു പക്ഷേ ഡൽഹിയോ പൂനെയോ ഒക്കെ ആയിക്കോട്ടെ, ഒരു ചെറിയ ഡോട്ട്മെട്രിയിലോ ഹോസ്റ്റൽ മുറിയിലോ തങ്ങിക്കൊണ്ട് അവർ 2 വർഷം 3 വർഷം ഈ പരീക്ഷയ്ക്ക് വേണ്ട പരിശീലനം നടത്തുകയാണ്, അവിടെ കഴിയുകയാണ്. എന്താണ് അവരെ അവിടെ പഠിപ്പിക്കുന്നത്? അവിടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നൈപുണ്യത്തെ കുറിച്ചോ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചോ അവിടെ പഠിപ്പിക്കുന്നില്ല. രാവിലെ മുതൽ രാത്രി വരെ കാണാപാഠം പഠിപ്പിക്കുക മാത്രം. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന പഠനം രാത്രി 10നും 11 മണി വരെ നീളുന്നു. ഈ കോച്ചിങ് സെന്ററുകളിൽ കളികളില്ല, സൗഹൃദങ്ങളില്ല, കുടുംബത്തോട് പോലും സംസാരിക്കാൻ സമയമില്ല. ഒരു തരം യന്ത്രങ്ങളായി മാറുകയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. ഇനി കുട്ടികൾക്ക് വരാന്ത്യങ്ങളിലോ വേനൽ അവധിക്കോ 10-20 ദിവസം അവധി കിട്ടിയാലോ വീട്ടിൽ പോകുമ്പോൾ എല്ലാ ബന്ധുക്കളും അവരോട് ചോദിക്കുന്നത് അവരുടെ സുഖവിവരങ്ങളല്ല. പരീക്ഷയ്ക്ക് കൃത്യമായി പഠിക്കുന്നുണ്ടോ, തയ്യാറെടുക്കുന്നുണ്ടോ, എത്ര റാങ്ക് കിട്ടും എന്നൊക്കെയാണ്. ഇത്തവണ നല്ല മാർക്ക് ഉണ്ടാകുമല്ലോ അല്ലേ? എന്നിട്ടോ അയൽപക്കത്തെ കുട്ടികളുമായി താരതമ്യം ചെയ്യും, ബന്ധുക്കളുടെ മക്കളുമായി താരതമ്യം ചെയ്യും. 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ മേൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. പ്രിയങ്കാജി സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ സംസാരിച്ചല്ലോ. ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ആരുടെ പാരമ്പര്യമാണ്? ആരാണ് അതിന്റെ അവകാശികൾ? 34 വർഷമായി പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരാതിരുന്ന നിങ്ങൾ അതിന്റെ കുറ്റക്കാർ. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അത് ക്ലർക്കുമാരെ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ആ വിദ്യാഭ്യാസ സിസ്റ്റം സ്വതന്ത്രവും ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു തിങ്കിങ്ങും കുട്ടികളിൽ ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മികച്ച പ്രൊഡക്റ്റ് കമ്പനികൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒറിജിനൽ ഗവേഷണങ്ങൾ നടക്കാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ സർവകലാശാലകൾ ലോകത്തിലെ ടോപ്പ് 100-ൽ വരാത്തത്? കാരണം അടിസ്ഥാനപരമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കുന്നത് കാണാപാഠം പഠിക്കുന്നതിനെയും ഓർമ്മശക്തിയെയും മനഃപ്പാഠമാക്കി പരീക്ഷ എങ്ങനെ എഴുതുന്നു എന്നതിനെ കുറിച്ചുമാണ്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഒരു ഘടനയായി മാറിയിരിക്കുന്നത്. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, നമ്മുടെ ആ പഴഞ്ചൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ 2020-ൽ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വേരോടെ പിഴുതു മാറ്റിയിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ നടത്തിയ ഏറ്റവും വലിയ മാറ്റമെന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റുകയാണ്. കഴിഞ്ഞ 34 വർഷമായി ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ സർക്കാരാണിത് ചെയ്തത്. അഖിലേഷ് ജി ഉൾപ്പെടെ പലരും പല നിർദ്ദേശങ്ങളും നൽകി. എല്ലാം നല്ല നിർദ്ദേശങ്ങളാണ്. പരീക്ഷ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ നിങ്ങൾ എതിർക്കുന്ന ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടെങ്കിലും ഉണ്ടോ?
ഒരൊറ്റ ദിവസം കൊണ്ടാണ്, കേവലം ഒരു ദിവസത്തെ 3 മണിക്കൂർ നീളുന്ന പരീക്ഷയിലാണ് അവന്റെ മുഴുവൻ ഭാവിയും നിർണ്ണയിക്കപ്പെടുന്നത്. ആ കുട്ടിക്ക് ആ പരീക്ഷാ ദിവസം വൈറൽ പനിയോ മൈഗ്രെയിനോ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ കുട്ടികൾക്ക് ആ ഒരു ദിവസം ആ പരീക്ഷ എഴുതാൻ പറ്റാതെ പോകുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം 2ാമത്തെ നീറ്റ് പരീക്ഷ നടക്കുമ്പോൾ ബാംഗ്ലൂരിൽ കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു പ്രതിഷേധം നടക്കുകയായിരുന്നു. ഗതാഗത കുരുക്ക് കാരണം പല കുട്ടികൾക്കും കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ എത്താൻ സാധിച്ചില്ല. അങ്ങനെ അവൻ പോലും ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ പരീക്ഷ എഴുതാൻ പറ്റാതെ പോകുന്നു. വിദ്യാർത്ഥികൾ ചോദിച്ച പരിഷ്കാരം ഇതായിരുന്നു. ഞങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന വിധത്തിൽ ഒരൊറ്റ ദിവസത്തെ പരീക്ഷ ആ രീതി ഒഴിവാക്കണമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം. അവരുടെ 2ാമത്തെ ആവശ്യം വിലയിരുത്തലിന് വേറെ രീതികളുള്ള ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരൂ എന്നായിരുന്നു. യുവാക്കൾ ഒരിക്കലും എളുപ്പമുള്ള പരീക്ഷകളല്ല ചോദിക്കുന്നത്. അവർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഈസിയാക്കി തരണമെന്നല്ല പറഞ്ഞത്. ചോദ്യങ്ങളിൽ കുറച്ചുകൂടി പുതുമയും ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരൂ എന്നാണ്. ഞാൻ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഫിസിക്സിനേക്കാളും കെമിസ്ട്രിയേക്കാളും കൂടുതൽ ബയോളജിയിലാവണം എന്നെ പരീക്ഷിക്കേണ്ടത്. അതാണ് അവരുടെ ആവശ്യം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ വലിയ താല്പര്യമായിരുന്നു, ഫിസിക്സിലും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ കണക്കിൽ ഞാൻ വളരെ മോശമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നതിനോടൊപ്പം ഹിസ്റ്ററിയും എക്കണോമിക്സും പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതാണ് കുട്ടികളുടെ 3ാമത്തെ ആവശ്യം. എന്നാൽ ഈ മൾട്ടി ഡിസിപ്ലിനറി രീതി ഉണ്ടല്ലോ, അത് കോൺഗ്രസിന്റെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ലായിരുന്നു. 2 ബിരുദം പഠിക്കാനുള്ള അവസരം അന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ അത് മാറ്റിയിരിക്കുന്നു. കുട്ടികളുടെ ആവശ്യം എന്താണ്? ഇന്ന് കാണാപ്പാഠം പഠിക്കുന്നതിനെയും മനഃപ്പാഠമാക്കുന്നതിനെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും. ഇത് കാരണം നമ്മൾ കോളേജിൽ പഠിക്കുന്നതിന് ഒരു മൂല്യവും ഇല്ലാതെ പോകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? മനഃപ്പാഠമാക്കി 3 മണിക്കൂർ പരീക്ഷയിൽ അത് അങ്ങനെ തന്നെ പകർത്തി വെക്കാൻ കഴിവുണ്ടോ? ബോർഡ് പരീക്ഷകളും എൻട്രൻസ് പരീക്ഷകളും ഉൾപ്പെടെയുള്ള സെക്കൻഡറി സ്കൂൾ പരീക്ഷകളുടെ നിലവിലെ രീതിയും ഇന്നത്തെ കോച്ചിങ് സംസ്കാരവും വിദ്യാർത്ഥികൾക്ക് വലിയ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. മോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വിലയിരുത്തലാണ് ഞാൻ വായിച്ചത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പാരമ്പര്യമല്ല. ഇത് മനസ്സിലാക്കിയാണ്, ഈ രീതിയിലാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ പ്രാവർത്തികമാക്കുന്നത്. മാസങ്ങളോളം നീണ്ട കോച്ചിങ് കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും വർഷത്തിൽ 2 തവണ വരെ പരീക്ഷ എഴുതാനുമുള്ള അവസരം, ഒരു പ്രധാന പരീക്ഷയും സ്കോർ മെച്ചപ്പെടുത്താൻ മറ്റൊരു പരീക്ഷയും. ഇത് പരീക്ഷകളുടെ അമിതമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ഇതാണ് മോദി സർക്കാരിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷ വർഷത്തിൽ ഒരിക്കലല്ല നടന്നത്. NEP അടിസ്ഥാനമാക്കി 2 തവണ നടന്നു. കുട്ടികൾക്ക് ഇതിൽ നിന്ന് ഏറ്റവും മികച്ച സ്കോർ എടുക്കാനുള്ള അവസരവും നൽകി. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കാരണം വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ വരുത്തുന്നുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന പുതിയ മാറ്റം. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് മോദി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്? ഇതിൽ ഒരു കാര്യം വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് മോദി സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് തേജസ്വി സൂര്യ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, കർഷക സമരം വന്നു, അതിന് നരേന്ദ്രമോദി സർക്കാർ അംഗീകരിച്ചു. ജനാധിപത്യത്തിൽ തോൽവിയല്ല, ജനങ്ങളുടെ അഭിപ്രായം അംഗീകരിച്ചു. ജനാധിപത്യത്തെ ഹൃദയത്തിലേറ്റ്, അത് ജനാധിപത്യത്തിന്റെ സുന്ദരമായ മഹത്തരമായ കാഴ്ചയായിരുന്നു കർഷക സമരം. നരേന്ദ്രമോദി സ്വീകരിച്ചതും ജനകീയ ആവശ്യം എന്താണോ അത് അംഗീകരിച്ച് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പുതുതലമുറയുടെ ഒരു വലിയ ജനകീയ സമരം വന്നു. അതിനെ അടിച്ചമർത്തിയില്ല. അതിൽ ഒരു രീതിയിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടലും ഉണ്ടായില്ല. കൃത്യമായിട്ട് അത് സ്വീകരിച്ചു. അവരെന്താണോ ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് തന്നെ ചെയ്തു കൊടുത്തു, രാജിവെച്ചു കൊടുത്തു. എന്നിട്ട് കൃത്യമായിട്ട് എക്സാമുകളിൽ കൃത്യമായിട്ട് മാറ്റം വരുത്തുന്നു, പുതിയ നിയമം കൊണ്ടുവരുന്നു. കോൺഗ്രസ് സർക്കാർ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത രീതിയിൽ ഇനി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാവുന്നു. ബില്ല് പാസ്സാക്കിയിരിക്കുന്നു, പുതിയ നിയമം വരുന്നു. ഇത് സുന്ദരമായിട്ട് തേജസ്വി സൂര്യയെ പോലെയുള്ള
പാർലമെന്റ് അംഗങ്ങൾ കൃത്യമായിട്ട് രാജ്യത്തെ ജനതയോട് വിളിച്ചു പറയുന്നു. ജനങ്ങളെ കേൾക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിലെത്തുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉപ്പ് വെച്ച കലം പോലെയായത്? കോൺഗ്രസ് ഇത്തരം സമരങ്ങളെ ഒന്നും തന്നെ പരിഗണിക്കില്ലായിരുന്നു, മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഇതൊക്കെ തന്നെ മൈൻഡ് ചെയ്തു. എന്താണോ തെറ്റ് വന്നിട്ടുള്ളത് അത് തിരുത്തിക്കൊണ്ട് സുന്ദരമായിട്ട് പുതുതലമുറക്കൊപ്പം നിന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ. ഇനിയും 2029 ഒരു തർക്കവും വേണ്ട കേട്ടോ. നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തും. വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ BJPക്കെതിരെ, സംഘപരിവാറിനെതിരെയൊക്കെ തോന്നിയ ട്രോളുകളുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം പ്രസംഗങ്ങൾ ഒരിക്കൽ പോലും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അതിന്റെ പരിഭാഷ പോലും മലയാള മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് കൊണ്ടാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് എന്ന് ഇവിടെ ട്രോളന്മാർക്ക് മനസ്സിലാവാത്തത്. രാജ്യത്ത്, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രസംഗത്തിന്റെയൊക്കെ പരിഭാഷ നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നാൽ പിന്നെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് കേന്ദ്ര സർക്കാരോ എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അത് പറയാൻ സാധിക്കാതെ വരുത്താതിരിക്കാനാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇത്രത്തോളം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് സമരം ചെയ്ത പുതുതലമുറയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു കുറ്റപ്പെടുത്തലും നടത്താതെ അവരുടെ ആവശ്യങ്ങൾ സകലതും അംഗീകരിച്ച് രാജ്യത്തെ പുതുതലമുറക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുക. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും വിവേകമുള്ള മലയാളികൾ ഇതുപോലെയുള്ള ചാനലിലൂടെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇനിയും തിരിച്ചറിയും എന്നുള്ളതിലും ഒരു തർക്കവും ഇത്തരം ആർക്കും തന്നെ തർക്കവും വേണ്ട.